ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ S4ൻ്റെ ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് S4ൽ നിങ്ങളുടെ പേപ്പറിൻ്റെ പേര് നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഓക്കെ, നിങ്ങളുടെ S4 പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അബൌട്ട് ദ ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, S4 ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെമ്മിൽ നമ്മളവിടെ കുറച്ച് ഇൻഡസ്ട്രിയൽ സബ്ജക്റ്റുകൾ പഠിച്ചിരുന്നു. ഓക്കെ, മുൻ വർഷങ്ങളിൽ അതായത് മുൻപത്തെ അഡ്മിഷൻ വരെയും നമുക്ക് മൂന്നാമത്തെ സെമസ്റ്ററിലായിരുന്നു നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് എന്നൊരു പേപ്പർ ഉണ്ടായിരുന്നത്. നമ്മുടെ S4 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ക്ലാസിക്കൽ മെക്കാനിക്സ് നിങ്ങളത് അടുത്ത S5 പഠിക്കും. അപ്പോൾ ആ ടോപ്പിക്കാണ് നമ്മളവിടെ S4ൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ഈ ഒരു പേപ്പർ ഇലക്ട്രോ ഡൈനാമിക്സ് നമ്മുടെ S3 പേപ്പറിലാണ് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കുന്നവർ, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്നവർ കഴിഞ്ഞ അഡ്മിഷൻ വരെ ഓക്കെ ഉള്ളതിന് എന്ത് ചെയ്യുക, S3യുടെ പേപ്പർ നോക്കുക, S3യുടെ ഫിസിക്സ് മെയിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക. അപ്പോൾ അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ഒന്ന് മനസ്സിലുണ്ടാവണം. കാരണം നിങ്ങൾ അവിടെ S4ൽ പോയപ്പോൾ നിങ്ങൾ ലൈബ്രറി പോയാലും നമ്മുടെ വെബ്സൈറ്റിൽ കയറി നോക്കിയാലും അവിടെ S4ൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസിക്കൽ മെക്കാനിക്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സേ കാണുള്ളൂ. സോ നിങ്ങൾ ഏത് നോക്കണം, S3യുടെ പേപ്പർ നോക്കണം. പിന്നെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ പേപ്പറിൻ്റെ പേര് കൂടി നിങ്ങളവിടെ നോക്കുക. ഇലക്ട്രോ ഡൈനാമിക്സ് ആണോ എന്ന കാര്യം കൂടി കൺഫേം ചെയ്തിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ നോക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ടോട്ടലി ഒരു 56 അവേഴ്സിൻ്റെ ക്ലാസ്സാണ് നമ്മുടെ ഈ ഒരു S4ൻ്റെ ക്ലാസ് എന്ന് പറയുന്നത്. നമുക്ക് അത്യാവശ്യം എളുപ്പമുള്ള ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പല ലെവൽസിലും നമുക്കിതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളവിടെ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്താണ് നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫീൽഡും ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യലുമായി ബന്ധപ്പെട്ടൊക്കെ വരുന്ന പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻസ് എടുക്കാൻ പഠിക്കുന്നുണ്ട്. കാരണം ഇത് നമുക്ക് ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഒരു ഇലക്ട്രോ ഡൈനാമിക്സ്. ഓക്കെ, നമുക്കിപ്പോൾ എക്സാമിനേഷൻ, യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ മാത്രമല്ല നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ PSC, ദെൻ അതുപോലെ തന്നെ SSC, ഓക്കെ, അല്ല നമുക്ക് ഒരുപാട് സയൻറ്റിഫിക് പോസ്റ്റിന് എക്സാമിനേഷൻ, ദെൻ അതുപോലെയുള്ള എക്സാമിനേഷനൊക്കെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ PG എൻട്രൻസിനൊക്കെ പോകുകയാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ എന്താ നിങ്ങളിപ്പോൾ S4 ആയി S5 S6 കഴിയുമ്പോൾ നിങ്ങളവിടെ PG എൻട്രൻസിനൊക്കെ പോകും. അപ്പോൾ അതൊക്കെ പോകുന്ന സമയത്തും അതിലും നെറ്റിൻ്റെ എക്സാമിനേഷനൊക്കെ ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഒരു ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞ ഒരു പേപ്പർ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക. നമുക്ക് ഫിസിക്സിൽ മെയിൻലി ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്. ഓക്കെ, ക്ലാസിക്കൽ മെക്കാനിക്സ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രോ ഡൈനാമിക്സ്, അറ്റോമിക് ഫിസിക്സ്, ദെൻ ഇലക്ട്രോണിക്സ്. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് മെയിൻലി ഫിസിക്സിൽ വരുന്നത്. അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഈ ഒരു ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ക്വാണ്ടം മെക്കാനിക്സ് ഉണ്ട് കേട്ടോ, ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഏത്, നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ. ഓക്കെ, അപ്പോൾ അത്യാവശ്യം അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ഈ ടോപ്പിക്ക് പഠിക്കണം. പിന്നെ ഇത് നല്ലൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഈ പേപ്പർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യാനും പറ്റുള്ളൂ. കാരണം ഇത് പഠിക്കാൻ എളുപ്പമാണ്, ബട്ട് ഇതിൻ്റെ പ്രോബ്ലം സെക്ഷൻസ് ഒക്കെ നല്ലോണം ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത്രത്തോളം ഒരു കെയർഫുള്ളായിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ വേണം ഈ ഒരു പേപ്പർ നിങ്ങൾ പഠിക്കാനായിട്ട്. നിങ്ങളുടെ കഴിഞ്ഞ സെമസ്റ്ററിൽ നിങ്ങളുടെ S3 പേപ്പർ പഠിച്ചതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് പാസ്സാവാൻ പറ്റത്തില്ല. ഓക്കെ, കഴിഞ്ഞ ഇതിൽ S3 നിങ്ങൾക്ക് അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു, S2 ഒക്കെ എളുപ്പമാണ്. ബട്ട് ഇത് കുറച്ചുകൂടി നിങ്ങളൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ടോപ്പിക്സും കറക്റ്റായിട്ട് പഠിച്ചാലേ ഇത് എന്താണെന്നും ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലൊക്കെ നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. സോ അതനുസരിച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു റിവിഷൻ സെക്ഷനാണ്. റിവിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡിൽ നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ 12ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ടോപ്പിക്കിൽ നിങ്ങൾ കുറച്ച് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും കുറച്ച് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസ് അവിടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക എന്നാണ് നമ്മുടെ സിലബസിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന ടാസ്ക്. ഉണ്ടോ, റിവിഷൻ. ഓക്കെ, റിവിഷൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ നമ്മൾ റിവിഷൻ ആയിരിക്കും ചെയ്യുന്നത്. അടുത്ത സെക്ഷൻ തൊട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്ലാസ്സസ് അവിടെ റെഗുലർ എന്ന രീതിയിലല്ല നമ്മുടെ മെയിൻ ടോപ്പിക്കിലോട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവിഷൻ സെക്ഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, ബട്ട് ആ റിവിഷൻ സെക്ഷൻ നല്ലോണം അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് അവിടെ കറക്റ്റായിട്ട് ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം, ഇത് പഠിക്കണമെങ്കിൽ നിങ്ങളുടെ വെക്ടേഴ്സിനെ കുറിച്ച് നല്ലൊരു ഐഡിയ ഉണ്ടാവണം. ഓക്കെ, എന്താണ് വെക്ടേഴ്സിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ കറക്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുക. എന്താണ് വെക്ടേഴ്സ്, എന്താണ് സ്കെയിലേഴ്സ്, ഓക്കെ, സ്കെയിലേഴ്സ് എന്താണ്, വെക്ടേഴ്സ് എന്താണ്. സോ വെക്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റീസ്, പ്രോപ്പർട്ടീസ് അതൊക്കെ ഒരുവിധം അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് നമ്മൾ പലയിടത്തും വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്യും. സോ അപ്പോഴും വെക്ടർ അറിഞ്ഞുകൂടായെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിൻ്റെ കൺസെപ്റ്റ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല, ഇക്വേഷൻസ് എഴുതാനും പറ്റില്ല. ഓക്കെ, സിമ്പിൾ മാത്തമെറ്റിക്സ് അല്ല ഇതിനകത്ത് വരുന്നത്, നമുക്ക് വെക്ടറൈസേഷനോട് കൂടിയ മാത്തമെറ്റിക്സ് ആണ് നമ്മൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത്, ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, പ്രോബ്ലം സെക്ഷൻസ് ഒക്കെ ചെയ്യുമ്പോഴും വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസിലുള്ള പ്രോബ്ലംസ് അവിടെ ചോദിക്കും. നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ച് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് അവിടെ വന്നിരുന്നത്, എന്താണെന്നുള്ള രീതി നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്കിതിൽ പറയാനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം കറക്റ്റായിട്ട് നോക്കുക, അതെങ്ങനെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ബേസിക് ഐഡിയയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക അവിടെ ഡെവലപ്പ് ചെയ്ത് വയ്ക്കുക. ഓക്കെ,
അപ്പോൾ നമ്മുടെ സിലബസ് നോക്കാം. നമുക്ക് ടോട്ടലി 6 യൂണിറ്റാണ് വരുന്നത്. ഓക്കെ, അതിൽ നമുക്ക് ആദ്യത്തെ കുറച്ച് യൂണിറ്റ് അത്യാവശ്യം ലെങ്തിയാണ്. ബട്ട് ഇതിൻ്റെ ഒരു ലെങ്തി മീൻസ് നമുക്ക് താഴോട്ട് വരുന്തോറുള്ള ടോപ്പിക്സിലും അത്യാവശ്യം പഠിക്കാനുണ്ട്. എന്നിരുന്നാലും അത് സൈസ് കുറവാണെങ്കിലും അതിനകത്ത് കോൺസെപ്റ്റിൽ ഒരുപാട് നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് വെച്ചാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, തന്നെ എന്താണ് സ്റ്റാറ്റിക് ഫീൽഡ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ആ ഒരു ചാപ്റ്ററിൽ നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട്. സോ അതുമായി റിലേറ്റ് ചെയ്ത് ഗോസസ് ലോ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് അവിടെ ഇക്യു പൊട്ടൻഷ്യൽ സർഫസ്, പൊട്ടൻഷ്യൽ എനർജി എന്താണ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്താണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങൾ, ലാപ്ലേസ് ഫോർമുലേഷൻ, ഓക്കെ, ഇതൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ എല്ലാം ലോസ് ആണ് കേട്ടോ. ഞാൻ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ തിയറീസ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പഠിക്കേണ്ട കൺസെപ്റ്റിൽ കുറവാണ്. ഇവിടെ എല്ലാം ഒരു തിയറിറ്റിക്കൽ മാനർ, ഓക്കെ, തിയറി ബേസ്ഡ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. ദെൻ അത് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും, പ്രോബ്ലംസ് ഒക്കെ നമ്മളവിടെ സോൾവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ യൂണിറ്റ്. പിന്നെ ഇതിലിപ്പോൾ ഒരു കാര്യം വന്നിട്ടുള്ളത്, നിങ്ങൾക്ക് അവിടെ ടെക്സ്റ്റ് ബുക്ക് ഏതാണെന്ന് കറക്റ്റ് ചാപ്റ്റർ വൈസ് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങളുടെ സിലബസിൽ അങ്ങനെ ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഇതിൽ അത്യാവശ്യം കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഒക്കെ വരുന്ന നമ്മുടെ ഒന്നാമത്തെ ബുക്കാണ് ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസം, HC വർമ്മ. ഓക്കെ, കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഈ ടെക്സ്റ്റ് അല്ലായിരുന്നു ഇലക്ട്രോ ഡൈനാമിക്സിന്. അവിടെ ഡേവിഡ് ഗ്രിഫിത്ത് എന്ന് പറയുന്ന ഓതറിൻ്റെ ഇലക്ട്രോ ഡൈനാമിക്സ് ടെസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഗൈഡുകൾ, ഓക്കെ, അതായത് ഇപ്പോൾ നമ്മുടെ S3 മുൻപത്തെ S3 കാർഡിൽ നിന്നും നിങ്ങൾ ഗൈഡ് വാങ്ങിച്ച് നോക്കുവാണെങ്കിൽ പോലും ആ ഗൈഡും നമ്മളിപ്പോൾ പഠിക്കുന്ന തമ്മിൽ ചെറിയൊരു ഡിഫറൻസുകളുണ്ട്. ഓക്കെ, അതായത് അത് ആ ടെക്സ്റ്റിൻ്റെ ബേസിസിൽ വരുന്ന ഡിഫറൻസ് ആണ്. ബട്ട് കോൺസെപ്റ്റ് എല്ലാം കറക്റ്റാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് അതൊരു ജസ്റ്റ് ഒരു ഗൈഡ് പോലെ വേണമെങ്കിൽ വെച്ച് റെഫർ ചെയ്യാം. ബട്ട് എന്നിരുന്നാലും ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ഒരു മെയിൻ ടെക്സ്റ്റ് ബുക്ക് നോക്കി പഠിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, മെയിൻ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ നമുക്ക് 2 ടെക്സ്റ്റ് ബുക്കേ ഉള്ളൂ ആകെ. അപ്പോൾ അത് 2 നമുക്ക് അതിൽ ഇതിലിപ്പോൾ ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിക്സ് നമുക്ക് ഫ്രീലി ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഓക്കെ, PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പല വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. ഈ ഇലക്ട്രിസിറ്റി ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമുക്ക് ഫ്രീലി അവൈലബിൾ അല്ല. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് നമ്മളത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മൾ അതിൻ്റെ നോട്ട്സും അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ ആയിട്ട് നമ്മളത് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് വേണമെന്നുള്ളത് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതവിടെ നോക്കുന്നുണ്ട്. അപ്പോൾ 2 ടെക്സ്റ്റ് ബുക്കാണ് ബേസിക്കലി അവിടെ നമുക്കിതിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്, അത് നമ്മുടെ ഒന്നാമത്തെ ബുക്കിൽ, ഓക്കെ, ക്ലാസിക്കൽ ഇലക്ട്രോമാഗ്നറ്റിസം, HC വർമ്മ എന്ന് പറയുന്ന ബുക്കിൽ ചാപ്റ്റർ 2, 3, 6. ഓക്കെ, ഇതിൽ 2ഉം 3ഉം 6ലും എല്ലാ ടോപ്പിക്സ് ഒന്നും വേണ്ട, അതുള്ള നമുക്ക് ആവശ്യമുള്ള സിലബസ് വെച്ചിട്ട് നമുക്കത് കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ആവശ്യമുള്ള ടോപ്പിക്സ് മാത്രം നമുക്കതിൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ്, ദാറ്റ് ഇസ് അബൌട്ട് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഓക്കെ, ബാക്കി നമുക്ക് ആ ടെക്സ്റ്റ് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ ഇതിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നാമത്തെ പോർഷൻ നമുക്കൊരു റിവിഷൻ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു റിവിഷൻ സെക്ഷൻ ശരിക്കും നിൽക്കുന്നത് എവിടെയെന്ന് അറിയാമോ, നമ്മൾ റിവിഷൻ സെക്ഷൻ നമ്മുടെ ഈ ടെക്സ്റ്റിൽ തന്നെ ചാപ്റ്റർ നമ്പർ 1ലാണ് നിൽക്കുന്നത്. ഓക്കെ, ചാപ്റ്റർ 1ലാണ് ഇത് ചെയ്യുന്നത് ആ റിവിഷൻ്റെ പോർഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്തെങ്കിലും ഒരു ചെറിയ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാവുന്നേ ഉള്ളൂ. എന്തായാലും എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് ആണ്. സെക്കൻഡ് യൂണിറ്റ് മീൻസ് ഇറ്റ് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ. ഓക്കെ, അതായത് നമ്മുടെ മാറ്ററിൽ കൂടി പോകുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകുന്ന വേരിയേഷൻസ്. കാരണം നമുക്കറിയാം നമ്മുടെ മാറ്റർ എന്ന് പറയുമ്പോൾ എന്ത് വേണോ വരാം, ലിക്വിഡ്, ഗ്യാസ്, സോൾട്ട്, എന്ത് വേണോ വരാം. അപ്പോൾ ആ ഒരു മാറ്ററിൽ കൂടി, ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളൊരു മെറ്റലിൽ കൂടി പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇലക്ട്രോമാഗ്നറ്റിൻ്റെ ഫീൽഡ് ആയിരിക്കത്തില്ല അതിപ്പോൾ നമ്മളൊരു സെറാമിക് ബ്ലോക്കിൽ കൂടി പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പല വേരിയേഷൻസ് അവിടെ വരാറുണ്ട്, പല ചേഞ്ചസ് വരാറുണ്ട്. അപ്പോൾ അതിൽ ഒരു മാറ്ററുമായിട്ട് നമ്മുടെ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഇൻട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ വേരിയേഷൻ വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മുടെ ഒരു സാധാരണ എന്തെങ്കിലും ചിലപ്പോൾ ഡയലക്ട്രിക് മെറ്റീരിയൽ ആവാം, എന്ത് വേണോ ആവാം. ഓക്കെ, സാധാരണ നമ്മുടെ കപ്പാസിറ്റൻസ് ഒക്കെ നമുക്ക് പഠിച്ചിട്ടുണ്ടാവുമല്ലോ. കപ്പാസിറ്റൻസിലൊക്കെ അവിടെ ഇലക്ട്രിക് ഫീൽഡ് അവർ പാസ് ചെയ്ത് പോകുന്നുണ്ട്, ഒരു ഡയലക്ട്രിക്കിലൂടെ ഇലക്ട്രിക് ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. സോ ആ സമയത്ത് അവിടെ പോളറൈസേഷൻ എന്ന ഫിനോമിനാസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ എവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻ മാറ്റർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഈ വെക്ടേഴ്സിൻ്റെ കാര്യങ്ങളും അതുപോലെ വെക്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റീസും അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്ത് ഒരു മാത്തമെറ്റിക്കൽ ഫോർമുലേഷൻ ബേസ്ഡ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതും നമുക്ക് അവിടെ പറയണം. അവിടെ നമുക്ക് കുറച്ച് തിയറീസ് ഒക്കെ ഉണ്ട്. ഓക്കെ, തിയറീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു മിക്സപ്പ് ആണ് കേട്ടോ. ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാത്സും ഫിസിക്സും കൂടി ഇൻറ്റഗ്രേറ്റ് ചെയ്താണ് നമുക്ക് ഇലക്ട്രോ ഡൈനാമിക്സ് അവിടെ വരുന്നത്. ഓക്കെ, നമുക്ക് അങ്ങോട്ട് ചില കൺസെപ്റ്റ് ഇപ്പോൾ നമ്മുടെ തെർമോ ഡൈനാമിക്സ് നിങ്ങൾ പഠിച്ചു സെക്കൻഡ് സെമ്മിൽ, അവിടെ വലുതായിട്ട് നമുക്ക് മാത്സിൻ്റെ ആവശ്യം വരുന്നില്ല. ഓക്കെ, നമ്മൾ ഒരുപാട് കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. മാത്സ് അവിടെ ആവശ്യം നമ്മുടെ ഫസ്റ്റ് ബേസിക് മെക്കാനിസം പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഓക്കെ, അവിടെ നമ്മൾ വലുതായിട്ട് അങ്ങനെ യൂസ് ചെയ്യില്ല. ബട്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഈ വെക്ടറിന് ഒരു വലിയൊരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഈ ഒരു ഇലക്ട്രോ ഡൈനാമിക്സിലുണ്ട്. ഇലക്ട്രോ ഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്ടറിൻ്റെ പല പ്രോപ്പർട്ടീസും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ യൂസും ചെയ്യുന്നുണ്ട്. കേള്, ഡൈവേർജൻസ്, ഓക്കെ, ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, ഓക്കെ, ഡിറ്റർമിനൻറ്റ്, ഓക്കെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ എടുക്കുന്നുണ്ട്. കോംപ്ലക്സ് നമ്പേഴ്സ്, ഓക്കെ,
ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം കറക്റ്റായിട്ട് എപ്പോഴും മനസ്സിൽ ഉണ്ടാവണം. ഓക്കെ, അടുത്ത ചാപ്റ്റർ എന്ന് പറയുമ്പോൾ മാഗ്നറ്റോസ്റ്റാറ്റിക്സ് ആണ് നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റ്. മാഗ്നറ്റോസ്റ്റാറ്റിക് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, അതായത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡുമായിട്ടുള്ള ഇൻട്രാക്ഷനെ കുറിച്ചും അതുപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് നമുക്കവിടെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വേരിയേഷൻ കാരണം അവിടെ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നു തുടങ്ങിയ കാര്യങ്ങൾ എന്തിനാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അവിടെ നമുക്ക് ഫസ്റ്റ് കുറച്ച് റിവിഷൻ ഉണ്ട്. ബയോട്ട്-സാവർട്ട് ലോയും ആംബിയസ് ഫോഴ്സ് ലോയൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ 12th സ്റ്റാൻഡേർഡിൽ നിങ്ങൾ പഠിച്ച കാര്യം തന്നെ നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ റിവൈസ് ചെയ്ത് പറയുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് ടോപ്പിക്കിൽ. ഇതിന് അടുത്ത് വരുന്നത് എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രേറ്റ് ലൈൻ സെഗ്മെന്റ്. ഓക്കെ, അത്തരം കാര്യങ്ങളൊക്കെ ഒരു വയറിൽ കൂടി പോകുന്ന സമയത്ത് തന്നെ മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട് ക്യാരിങ് വയേഴ്സിലുണ്ടാകും മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, അതൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് വെക്റ്റർ പൊട്ടൻഷ്യൽ എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ യൂണിറ്റ് നമ്പർ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഫസ്റ്റ് ബുക്ക് തന്നെയാണ് 12, 13, 15, 17. ഓക്കെ, ആ ചാപ്റ്റേഴ്സിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ടോപ്പിക്സിൽ ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് വർക്കൗട്ടിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാവും. അതിനുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും മിക്കവാറും നമുക്ക് എക്സാമിനേഷൻ ചോദിക്കുന്നത്. ഓക്കെ, മുൻപ് നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സിൻ്റെ പേപ്പറിൽ നമ്മുടെ ഡേവിഡ് ഗ്രിഫിത്തിൻ്റെ ടെക്സ്റ്റാണ് റെഫറൻസ് ആയിട്ട് പറഞ്ഞിരുന്നത്. സോ ബുക്ക് ഫോർ സ്റ്റഡിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ ആ സമയത്തും അതിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത് അവിടെ ബുക്ക് ഫോർ സ്റ്റഡിയിൽ ഉണ്ടായിരുന്നതായിരുന്നു. ഓക്കെ, ബുക്ക് ഫോർ റെഫറൻസിലുണ്ടായിരുന്ന ടെക്സ്റ്റ് ബുക്കായിരുന്നു. ഓക്കെ, അടുത്ത നമ്മുടെ യൂണിറ്റ് നമ്പർ 4 എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, വി ആർ ഡീലിംഗ് വിത്ത് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ എന്താണ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നും തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ മാക്സ്വെൽസ് ഇക്വേഷൻ എന്താണ്? ഓക്കെ, അതായത് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അറിയില്ല. നമ്മൾ കാണുന്ന വിസിബിൾ ലൈറ്റ്, UV ലൈറ്റ്, അൾട്രാ വയലറ്റ്, ദെൻ IR, എക്സ് റേസ്, ഗാമ റേസ്, റേഡിയോ വേവ്സ്, ഇതെല്ലാം എന്താണ്? ദീസ് വെയർ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, നമ്മുടെ അപ്പോൾ ഏത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എടുത്താലും അതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലൈറ്റ് എല്ലാം എന്തിനാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ആ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ കുറിച്ചും അതിൻ്റെ പ്രോപ്പർട്ടീസ് അവിടേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഈ ഒരു മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെയാണ് കേട്ടോ. മാക്സ്വെൽസ് ഇക്വേഷൻസ് ഒക്കെ സ്ഥിരം ചോദിക്കുന്ന essay ക്വസ്റ്റ്യൻസ് ആണ്. സോ അതൊക്കെ നമുക്ക് നോക്കണം. പിന്നീട് ഡെറിവേഷൻ ആവശ്യമില്ല, അതൊക്കെ ഡെറിവേഷൻ നോട്ട് റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ തിയറംസ് മാത്രം മതി, ഡെറിവേഷൻസ് വേണ്ട. ബട്ട് മറ്റേനെല്ലാം എന്ത് ചെയ്യണം? തിയറംസ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ 4ാമത്തെ യൂണിറ്റ് അബൌട്ട് ദ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. അപ്പോൾ നമ്മുടെ ബുക്ക് നമ്പർ 1 ചാപ്റ്റേഴ്സ് ഉള്ളത്. ഓക്കെ, നമ്മുടെ ബുക്ക് നമ്പർ 2 ഇതിൽ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, നമ്മൾ പറഞ്ഞ ഈ ടോപ്പിക്സ് എല്ലാം ബുക്ക് നമ്പർ 2 ഉണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ബുക്കിലാണ്. സോ അതാണ് അവിടെ റെഫറൻസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞില്ലേ നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് ബൈ ഡേവിഡ് ഗ്രിഫിത്ത്. ഓക്കെ, ആ ടെക്സ്റ്റ് ബുക്ക് നമുക്ക് അവിടെ യൂസ് ചെയ്യാം കേട്ടോ. അതിനകത്തും അത്യാവശ്യം കുറേ കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. അപ്പോൾ നിങ്ങൾക്ക് ആ ഗൈഡ് എവിടെയും കളക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അതുകൂടി വാങ്ങിച്ച് വയ്ക്കുക, നോക്കുക. അതിലുള്ള ടോപ്പിക്സും ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് രണ്ടും വെച്ചും പഠിക്കാം. ബട്ട് അതിൽ ഞാൻ പറഞ്ഞ ടെക്സ്റ്റിലൊരു ചേഞ്ച് ഉണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ളൊരു മാറ്റം നമ്മളിപ്പോൾ പഠിപ്പിക്കുന്നതിലും അതിൽ നമ്മൾ ചിലപ്പോൾ വരാം. ഓക്കെ, അതാണ് ഞാൻ അവിടെ പറഞ്ഞത്. ബാക്കി കോൺസെപ്റ്റും കാര്യങ്ങളെല്ലാം അവിടെ സെയിം തന്നെയാണ്. ഓക്കെ, അടുത്ത നമ്മുടെ 5ാമത്തെ യൂണിറ്റാണ് ട്രാൻസിയൻ കറണ്ട്. ഓക്കെ, ഒരു സർക്യൂട്ടിലെ കറണ്ട് ഗ്രോത്ത് ആൻഡ് ഡീക്കേ ഒക്കെ സംഭവിക്കും. ഇപ്പോൾ ചാർജിങ് ഓഫ് കപ്പാസിറ്ററും ഓക്കെ അങ്ങനെയൊക്കെ ആ ഒരു ചാർജിങ് ടൈമിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു കറണ്ടാണ് നമ്മുടെ ട്രാൻസിയൻ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഷോർട്ട് സ്പാനിൽ ഉണ്ടാകുന്ന അവിടെ ഡെവലപ്പ് ചെയ്യുന്ന കറണ്ടാണ് നമ്മുടെ ട്രാൻസിയൻ കറണ്ട്. അപ്പോൾ ട്രാൻസിയൻ കറണ്ട് എന്താണ് തുടങ്ങിയ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നമ്മുടെ 5ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ 6ാമത്തെ യൂണിറ്റ് അത്യാവശ്യം എളുപ്പമുള്ള യൂണിറ്റ് തന്നെയാണ് നമ്മുടെ AC കറണ്ട്. ഓക്കെ, അപ്പോൾ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അവിടെ നമുക്ക് AC ജനറേഷൻ ഒന്നും പഠിക്കാനില്ല. ജസ്റ്റ് നമ്മൾ ഈ ഒരു LCR സർക്യൂട്ടിലൊക്കെ AC കറണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന വേരിയേഷൻ. ഓക്കെ, ഒരു ഇൻഡക്ടർ കപ്പാസിറ്റൻസ് സർക്യൂട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? AC കറണ്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അവിടെ എങ്ങനെയാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് 6ാമത്തെ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു സിലബസിനെ കുറിച്ച് നമുക്ക് അവിടെ പറയാനായിട്ട് വരുന്നത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കുന്ന ടോപ്പിക്കാണ്. നല്ല രീതിയിൽ പഠിച്ചില്ല എങ്കിൽ ഇത് നല്ല രീതിയിൽ മാർക്ക് കുറയാനും ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന പേപ്പർ. ഓക്കെ, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. എന്നിരുന്നാലും കറക്റ്റായിട്ട് ആ ഒരു കാര്യം ആദ്യമേ നമ്മളത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അതുകൊണ്ട് നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് അതാ ദിവസം പഠിപ്പിക്കുന്ന അതാ ദിവസം പഠിച്ചു പോവുക. എന്നാൽ മാത്രമേ നമുക്കിത് നല്ലൊരു മാർക്കോട് കൂടി ഇത് പാസ്സാകാൻ പറ്റുള്ളൂ. ഓക്കെ, അത് തിയറീസ് നല്ല രീതിയിൽ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ആ രീതിയിൽ പഠിച്ചു പോയാൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പഠിച്ച് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, മാർക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് കാണും, നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്തായിരിക്കും നമ്മുടെ ക്ലാസ്സിൽ കൊണ്ടുപോകുന്നത്. സോ അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ഐഡിയ, അതായത് നിങ്ങൾ ആദ്യമായിട്ട് ക്വസ്റ്റ്യൻ കാണുന്നതായിരിക്കത്തില്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും നമ്മുടെ ക്ലാസ്സിൽ കൂടി നിങ്ങളവിടെ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. സോ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻസുമായിട്ട് ഒരു ഫെമിലിയാരിറ്റി വരും. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ക്വസ്റ്റ്യൻ കാണുമ്പോഴല്ല നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നത്. എല്ലാ ദിവസവും ഈ ക്ലാസ്സിൻ്റെ അവസരങ്ങൾ എന്ത് കാണുന്നുണ്ട്? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേടി അവിടെ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക, നോക്കിയിട്ട് എവിടെയും ഡൗട്ടൊക്കെ ഉള്ള സെക്ഷൻസ് നിങ്ങൾക്ക് എപ്പോൾ വേണം എന്ത് ചെയ്യാം? അത് ചോദിക്കാം. ഓക്കെ, അതനുസരിച്ച് നമ്മൾ ഡൗട്ട് ക്ലിയറിംഗ് ഒക്കെ സമയാസമയം ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര് എന്താണ്? ഫസ്റ്റ് യൂണിറ്റ് നമ്മുടെ യൂണിറ്റ് നമ്പർ 1 ദാറ്റ് ഈസ് എന്താണ് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രോ
സ്റ്റാറ്റിക് ഫീൽഡ്. അപ്പോൾ എന്താണ് സ്റ്റാറ്റിക്കും ഡൈനാമിക് എന്നുള്ള വ്യത്യാസം? സ്റ്റാറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് അറ്റ് റെസ്റ്റ്. ഓക്കെ, സ്റ്റാറ്റിക് മീൻസ് സംതിങ് അറ്റ് റെസ്റ്റ്. ഓക്കെ, റെസ്റ്റിൽ നമ്മൾ സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അതേസമയം ഈ ഡൈനാമിക് എന്ന് പറയുന്നതിൻ്റെ മീനിങ് എന്താണ്? ഡൈനാമിക് മീൻസ് സംതിങ് മൂവിങ്. ഓക്കെ, സംതിങ് അറ്റ് മോഷൻ. ഓക്കെ, മൂവ് ചെയ്യുന്നതിന് ചലനമുള്ള നമുക്ക് ഡൈനാമിക് എന്ന് പറയാം. ഓക്കെ, ഡൈനാമിക് ആണ്. സ്റ്റാറ്റിക് മീൻസ് എന്താണ്? റിജിഡ് ആയിരിക്കും, മൂവ് ഒന്നും ചെയ്യാതെങ്കിൽ നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിക്. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വെറുതെ റെസ്റ്റിൽ നിൽക്കുന്ന ഒരു ചാർജിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പഠിക്കുന്നത്. ചാർജ് ഇപ്പോൾ മൂവ് ചെയ്യുന്നില്ല, ചാർജ് അവിടെ സ്റ്റാറ്റിക് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെ വരുന്നതിന് നമ്മൾ പഠിക്കുന്നതിന് പേരാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതോ അതിൻ്റെ ചുറ്റുമുള്ള ഫീൽഡിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചും പഠിക്കുന്നുണ്ട്. ദെൻ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഫീൽഡിനെ കുറിച്ച് നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ഒരു കാര്യം, ഈ HC വർമ്മ ഈ ഒരു ടെക്സ്റ്റും ശരിക്കും നമ്മുടെ ഡേവിഡ് ഗ്രിഫിത്തിൻ്റെ ആ ഒരു ഇലക്ട്രോഡൈനാമിക്സുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ശരിക്കും ഈ ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞു ആ ഗൈഡ് കിട്ടുവാണെങ്കിൽ അത് കളക്ട് ചെയ്ത് നിങ്ങൾ അതുകൂടി നോക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഒരു സപ്പോർട്ടിങ് മെറ്റീരിയൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, രണ്ടൊന്നും അല്ല. പിന്നെ ഞാൻ പറഞ്ഞ ഒരു വേർഡിങ്സിൽ ചിലപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അവിടെ വരാം. ഓക്കെ, കറക്റ്റ് കോപ്പി അല്ല, ബട്ട് അതുമായിട്ടൊരു റെഫറൻസ് ഈ ടെക്സ്റ്റിനോടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത് രണ്ടും വെച്ച് കമ്പയർ ചെയ്തിട്ട് പഠിച്ചാൽ മതി. കൂടുതൽ റെഫറൻസിന് വേണ്ടി നിങ്ങൾക്ക് ഇലക്ട്രോഡൈനാമിക്സ് ബൈ ഡേവിഡ് ഗ്രിഫിത്ത് ഒരു ഫോറിൻ ഓതറാണ്. നമ്മുടെ ഫിസിക്സിൻ്റെ ഒക്കെ ടെക്സ്റ്റുകൾസ് എഴുതുന്ന ആളാണ്. HC വർമ്മ മീൻസ് നമ്മുടെ ഇവിടെ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറാണ്. ഓക്കെ, അവിടെ ഇന്ത്യൻ IIT ഓക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ പ്രൊഫസറാണ്. സോ അദ്ദേഹത്തിൻ്റെയാണ് നമ്മുടെ ഒരു ക്ലാസിക്കൽ ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു ശരിക്കും എക്സ്ട്രഡക്ഷൻ തന്നെയാണ് ഈ ടെക്സ്റ്റ്. സോ നിങ്ങൾക്ക് രണ്ടും റെഫറൻസിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, മറ്റെന്തെങ്കിലും ടെക്സ്റ്റസ് ഉണ്ടെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അതൊക്കെ റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാർജിനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ കൊണ്ടുവന്നൊരു കൺസെപ്റ്റാണ്. നമുക്ക് അവിടെ ഗ്രീക്കിലൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഐഡിയാസൊക്കെ അന്ന് കൊണ്ടുവരുന്നത്. ഓക്കെ, ആംബർ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് നമ്മൾ ചാർജസിനെ കുറിച്ചൊക്കെ പഠിക്കും. നമ്മുടെ 12th സ്റ്റാൻഡേർഡിൽ ഫസ്റ്റ് അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ വരുന്നുണ്ട്. അതൊക്കെ എൻ്റെ ഒരുപാട് മുൻപത്തെ ഹിസ്റ്ററിയാണ്. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ പഴയ ഒരു ഹിസ്റ്ററിയാണ്. അതിൻ്റെ ആ ഒരു ഈ ഒരു ഇലക്ട്രോസ്റ്റാറ്റിക്സിനെ കുറിച്ച് സ്റ്റഡീസ് ഏകദേശം ഒരു 600 BC-യിലൊക്കെയാണ് ആദ്യം നടക്കുന്നത്. ഓക്കെ, 600 BC-യിലൊക്കെയാണ് ഇതിനെക്കുറിച്ചുള്ള ഫസ്റ്റ് സ്റ്റഡീസ് അവിടെ നടക്കുന്നത്. ഓക്കെ, ബട്ട് ഇന്നത്തെ ഇതിൽ നമുക്ക് അറിയാമല്ലോ, ചാർജ് ഇതിൻ്റെ കൺസെപ്റ്റിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. റാം, ദെൻ അതുപോലെ തന്നെ നമ്മുടെ പ്രിൻറ്റേഴ്സ്, ദെൻ ഇലക്ട്രോണിക്, ഇങ്ങനെ പലയിടത്തും. ഓക്കെ, എവിടെ നിന്നും പ്രത്യേകിച്ച് പറഞ്ഞാൽ എല്ലായിടത്തും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിനെ കുറിച്ച് നമ്മുടെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് നമുക്കൊരു ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു റിലേഷൻ കൊണ്ടുവരുന്നത് നമ്മുടെ കൂളം എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, ആരാണ്? കൂളംസ് എന്ന സയൻറ്റിസ്റ്റാണ് ചെയ്യുന്നത്. നമ്മുടെ ചാർജസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവിടെ കൊണ്ടുവരുന്നത്. സോ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ഒരു ഇക്വേഷൻ അവിടെ കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ അതായത് കൂളമിൻ്റെ ആ ഒരു ഇയർ എന്ന് വെച്ചാൽ ഏകദേശം 1736 മുതൽ 1806 അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തിട്ടോ അദ്ദേഹം ഇതവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് ചാർജസ്, ഓക്കെ, ഇവിടെ Q1 എന്നൊരു ചാർജും Q2 എന്നൊരു ചാർജും തമ്മിൽ ഇരിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഇൻട്രാക്ഷൻ, ഓക്കെ, Q1 Q2 എന്നുള്ള ചാർജസ് തമ്മിലുള്ള ഇൻട്രാക്ഷനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആദ്യം ഡെവലപ്പ് ചെയ്യുന്ന ആരാണ്? കൂളമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറയുന്ന പേര് കൂളംസ് ലോ എന്നറിയപ്പെടും. ഈ ലോയിനെ പറയുന്ന പേര് എന്താണ്? ദിസ് ലോ ഈസ് കോൾഡ് കൂളംസ് ലോ. ഓക്കെ, കൂളംസ് ലോ എന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മളിതിനെ അറിയപ്പെടുന്നത്. എന്തിൻ്റെ ലോ? എന്താണ് പറയുന്നത്? ലോ പറയുന്നത് നമുക്ക് രണ്ട് ചാർജസ് ഉണ്ടെങ്കിൽ ആ ചാർജസ് തമ്മിലുണ്ടാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷനെ കുറിച്ചുള്ള ഐഡിയ ആണ് ഇവിടെ പറയുന്നത്. കൂളം ലോ അവിടെ പറയുന്നത്. ഓക്കെ, ദറ്റ് ഈസ് ദ കൂളംസ് ലോ ഈസ് ദ ഫണ്ടമെന്റൽ ലോ ദാറ്റ് ഗവേൺസ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ചാർജസ് ടു റെസ്റ്റ്. ഓക്കെ, എന്താണ്? ഇറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ലോ that governs charges at a rest. ഓക്കെ, അറ്റ് റെസ്റ്റിലിരിക്കുന്ന ചാർജസിനെ കുറിച്ച് ഡീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ ഗവേൺ ചെയ്യുന്നത്. ഓക്കെ, അത് പ്രത്യേകിച്ച് പറയണം, റെസ്റ്റിലിരിക്കുന്നതാണ്. കാരണം മൂവിങ് ചെയ്ത് കഴിഞ്ഞാൽ ലോസ് മാറും. ഓക്കെ, വേറെ ലോയാണ് യൂസ് ചെയ്യുന്നത് മൂവിങ് ചാർജസിന്. ഇത് റെസ്റ്റിലിരിക്കുന്ന ഒരു നമ്മുടെ ഒരു ചാർജസിനെ കുറിച്ച്. ഓക്കെ, മൂവ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ അപ്ലൈ ചെയ്യാം, ബട്ട് അവിടെ നമുക്ക് കുറച്ചുകൂടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം മൂവിങ് ചാർജസ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും, അതാണ് അവിടുത്തെ ചേഞ്ച്. സോ അങ്ങനെ ഒരു കാര്യം അവിടെ നമ്മളതിൽ ഓർക്കേണ്ടതായിട്ട് വരും. ഓക്കെ, നമുക്കത് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്തൊക്കെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു ചാർജ്, റെസ്റ്റിലിരിക്കുന്ന ചാർജിനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ഒരു ഫണ്ടമെന്റൽ ലോ ആണ് എന്ന് പറയുന്നത് നമ്മുടെ കൂളംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഫണ്ടമെന്റൽ ലോ. അപ്പോൾ ഈ ലോ എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് നമ്മുടെ കൂളംസ് ലോ അവിടെ പറയുന്നത്? ഓക്കെ,
കൂളംസ് ലോ. അപ്പോൾ കൂളംസ് ലോ പറയുന്നത് ഇപ്പോൾ നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്, Q1 എന്നൊരു ചാർജും Q2 എന്ന് പറയുന്ന മറ്റൊരു ചാർജും ഉണ്ട്. അപ്പോൾ ഇവർ ഈ ഒരു ഡിസ്റ്റൻസിലൂടെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്, സെപ്പറേറ്റ് ബൈ എ ഡിസ്റ്റൻസ് R. ഓക്കെ, Q1 ആൻഡ് Q2 ആർ ടു ചാർജസ് വിച്ച് ആർ സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ ഇവർ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ വരാം. അത് അട്രാക്ഷൻ ആണോ റിപ്പൾഷൻ ആണോ എന്ന് തീരുമാനിക്കുന്ന അവരാണ്, കാരണം അവരുടെ ചാർജസ് ആണ്. ഇപ്പോൾ Q പോസിറ്റീവും ഇത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ അത് എന്തായിരിക്കാം, അട്രാക്റ്റീവ് ചാർജ് ആയിരിക്കാം. ഓക്കെ, അതേസമയം Q നെഗറ്റീവ് ഇത് പോസിറ്റീവ് ആയാലോ അട്രാക്റ്റീവ് ചാർജ് തന്നെയാണ്. ഓക്കെ, എന്നിരുന്നാൽ ഇവിടെ നമുക്ക് ഇത് പോസിറ്റീവും ഇത് പോസിറ്റീവ് ഓർ ഇത് രണ്ട് നെഗറ്റീവ് വന്നാലോ എന്ത് ചെയ്യും, അവിടെ റിപ്പൾസീവ് ചാർജസ് ആയിരിക്കും, റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. കാരണം സെയിം ചാർജസ് റിപ്പൽ ചെയ്യും, ലൈക്ക് ചാർജസ് എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് ചാർജസ് അട്രാക്ട് ചെയ്യും. ഓക്കെ, അതാണ് നമ്മുടെ ലോ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയാണെങ്കിൽ രണ്ട് ചാർജസ് ഉണ്ട്, Q1 ആൻഡ് Q2 വിച്ച് ഈസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് R എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത രണ്ട് ചാർജസ് ആണ് Q1 ഉം Q2. അപ്പോൾ അവർ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ദാറ്റ് ഈസ് F വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദ ചാർജസ്. ഓക്കെ, അത് ചാർജിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അവിടെ ഫോഴ്സ് എന്ത് ചെയ്യും, അവിടെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ചാർജിൻ്റെ വാല്യൂ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതേസമയം നമുക്ക് അവിടെ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ, ഓക്കെ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഫോഴ്സ് കുറയും. ഓക്കെ, ഇങ്ങനെയാണ് ആ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കാം, അവിടെ ഫോഴ്സ് ഡിക്രീസ് ചെയ്യാം. അപ്പോൾ F ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r² ഓർ F ഈസ് പ്രൊപ്പോർഷണൽ ടു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R². ഓക്കെ, ഒന്നുകിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r² എന്ന് പറയണം, അല്ലെങ്കിൽ എന്ത് പറയുക, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് നമ്മളവിടെ പറയുക. ഓക്കെ, ഇറ്റ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു, നമുക്ക് ഈ രണ്ടിനെ കമ്പൈൻ ചെയ്യാം. ദർ ഇസ് F ഇസ് ഈക്വൽ ടു Q1 Q2/r². ഓക്കെ, ഈക്വൽ ടു കൊടുക്കണമെങ്കിൽ പ്രൊപ്പോർഷണൽ മാറ്റിയിട്ട് ഈക്വൽ ടു ആക്കണമെങ്കിൽ നമ്മളൊരു കോൺസ്റ്റന്റ് ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ടേമാണ് K എന്ന് പറഞ്ഞിട്ട്, മനസ്സിലായോ? F ഇസ് ഈക്വൽ ടു K ഇൻറ്റു Q1 Q2/r². ഓക്കെ, അപ്പോൾ നമ്മളോട് K കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനോടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി K എന്താണെന്ന് നോക്കാം. K ഇസ് ഈക്വൽ ടു 1/4πε0 ആണ്. ഓക്കെ, 1/4πε0. K എന്താണ്, അവിടുത്തെ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അതിൽ 1/4π 4π നമുക്കറിയാം 3.14. എപ്സിലോൺ മീൻസ് പെർമിറ്റിവിറ്റി ആണ്. ഓക്കെ, അതായത് ഒരു മീഡിയത്തിൽ കൂടി എത്ര ചാർജ് കടന്നു പോകും. ഓക്കെ, അതാണ് അവിടെ പെർമിറ്റിവിറ്റി നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ കൂളംസ് ലോ ആയിട്ടുള്ള കോൺസെപ്റ്റ് പറയുന്നത്. ഓക്കെ, പിന്നീട് ഇപ്പോൾ ഈ ചാർജസ് ഒക്കെ നമുക്കിപ്പോൾ ഒരു വെക്ടറൈസേഷൻ വെച്ച് പറയാൻ പറ്റുമെങ്കിൽ, ഓക്കെ വെക്ടേഴ്സ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവരെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്കിവിടെ വെക്ടേഴ്സിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ എന്ത് ചെയ്യും, കൂട്ടും. ഓക്കെ, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ രണ്ട് ചാർജസ് ഇങ്ങനെ ഇരിക്കുക. ഓക്കെ, Q1 എന്നും Q2 എന്നും. അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ്, ഓക്കെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ ഇവിടെ നിന്ന് ഇതുവരെയും ഇവിടെ നിന്ന് ഇതുവരെയാണ് ഡിസ്റ്റൻസ് സെപ്പറേഷൻ. ഇതിവിടെ R1 ആണെന്ന് വെച്ചോളൂ, ഇവിടെ R2 ആണ്. ഓക്കെ, അപ്പോൾ റിസൾട്ടൻ്റ് വെക്ടർ എന്ന് വെച്ചാൽ എന്തായിരിക്കും, റിസൾട്ടൻ്റ് R വെക്ടർ ആയിരിക്കും. ദാറ്റ് ഈസ് R2 മൈനസ് R1 ആയിരിക്കും. ഓക്കെ, എന്തായത് അതിൻ്റെ റിസൾട്ടൻ്റ് വെക്ടർ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ R വെക്ടറുടെ നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതെന്താ കാണിക്കുന്നത്, വിച്ച് ഷോസ് ദ വെക്ടർ. ഓക്കെ, ഏത് ഡയറക്ഷനിലാണ് ആ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നത് എന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ അത് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞല്ലോ ഇതിൽ. ഇനി K എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 1/4πε0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു വാല്യൂ ഉണ്ട്, ഈ ε0ക്ക് ഒരു വാല്യൂ ഉണ്ട്. ε0 ഈസ് ഈക്വൽ ടു 8.85418 ഇൻറ്റു 10⁻⁻12 ആണ്. ഓക്കെ, ഇൻറ്റു 10⁻⁻, ഓക്കെ ഇൻറ്റു 10⁻⁻12 ആണ് വരുന്നത്. ഓക്കെ, ε0യുടെ വാല്യൂ. അപ്പോൾ അത് 1/4πε ആവുന്ന സമയത്ത് 1/4πε0 ആകുമ്പോൾ ഇറ്റ് ഇസ് ഈക്വൽ ടു 8.987 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം ഇൻവേഴ്സ് സ്ക്വയർ മീറ്റർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, 1/4πε0യുടെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കൂളംസ് ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, കൂളംസ് ലോ. അപ്പോൾ എവിടെയാണെങ്കിലും നമുക്കിപ്പോൾ രണ്ട് ചാർജസ് സെപ്പറേറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഈ കൂളംസ് ലോ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, ആ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കുക, അവിടെ ചാർജസിൻ്റെ വാല്യൂ. ഇപ്പോൾ ഇത് 1 കൂളം ആണെങ്കിൽ, ഓക്കെ ഇത് 1 കൂളം, ഇത് 2 കൂളം ആണെങ്കിൽ എന്ത് ചെയ്യണം, 1 × 2, അപ്പോൾ 2/r² എന്ന് വരും. ഓക്കെ, 2/r² നമുക്കവിടെ വരും. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ ചെയ്യാൻ പറ്റും, അവിടെ ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഈ 1/4πε0 ഒന്നുകിൽ ε0യുടെ വാല്യൂ ഓർത്ത് വെച്ചിരിക്കുക, ഇല്ലെങ്കിൽ ഇവിടെ 8.9 ഈ ഒരു വാല്യൂ ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഇതിനെ റൗണ്ട് ഓഫ് ചെയ്തിട്ട് 9 × 10⁻⁹ എന്നും പറയാറുണ്ട്. ഓക്കെ, 9 × 10⁻⁹ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം പെർ കൂളം സ്ക്വയർ എന്നും പറയാറുണ്ട്. ഓക്കെ, അത് നമുക്ക് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാം, അവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൂളംസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ തന്നെ നമുക്ക് 1 കൂളം എന്ന് പറയുന്നത് എന്തെന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് 1 കൂളം? 1 കൂളം. അപ്പോൾ എന്താണ് 1 കൂളം എന്ന് ഉദ്ദേശിക്കുന്നത്? വാട്ട് യു മീൻ ബൈ 1 കൂളം?
1 കൂളം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ചാർജ് വെൻ പ്ലേസ്ഡ് ഇൻ എ ഫ്രീ സ്പേസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1 മീറ്റർ ഫ്രം ആൻ ഇക്വലന്റ് സിമിലർ ചാർജസ് റിപ്പൽ വിത്ത് എ ഫോഴ്സ് ഓഫ് 9 × 10⁻⁹ ന്യൂട്ടൺ. ഓക്കെ, അതായത് രണ്ട് ചാർജസ് 1 കൂളം ചാർജുള്ള ഒരു പോസിറ്റീവ് ചാർജ് ഇവിടെ വയ്ക്കുന്നു, അടുത്ത് ഇവിടെ മറ്റൊരു ചാർജ് ഇവിടെ വയ്ക്കുന്നുണ്ട് 1 കൂളം. അപ്പോൾ ഇവരൊരു 1 മീറ്ററിലാണ് നമ്മൾ ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കീപ്പ് ചെയ്തിട്ടുണ്ട് 1 മീറ്റർ എപ്പാർട്ട്. അപ്പോൾ ഇവരിൽ ഇവിടെ നമുക്കിപ്പോൾ ഇതിൽ 1 കൂളം 2 ചാർജസ് ഉണ്ട് 1 മീറ്റർ എപ്പാർട്ടിൽ പ്ലേസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് 9 × 10⁻⁹ ന്യൂട്ടൺ ആണെന്ന് വെച്ചോളൂ. ഓക്കെ, 9 × 10⁻⁹ ന്യൂട്ടൺ ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതവിടെ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ രണ്ടുപേരും അവിടെ 1 കൂളം ആയിരിക്കണം. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? 1 കൂളം എന്നുള്ളത് നമ്മളവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വെച്ചിരിക്കുക. 1 കൂളം എന്താണെന്ന് ചോദിച്ചാൽ അത് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ കൂളംസ് ലോ എന്താണ് നമ്മളിവിടെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ കൂളംസ് ലോ നമുക്കിവിടെ വെക്ടറിൽ ഞാൻ റെപ്രസെൻറ്റ് ചെയ്ത് പറഞ്ഞതല്ലോ. ആർ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഇതിനെന്തുണ്ട്? വെക്ടർ ഐഡൻറ്റിറ്റി വെച്ച് നമ്മളത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ അട്രാക്റ്റീവ് ആണെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ചാർജസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്തായിരിക്കും? അതവിടെ റിപ്പൾസീവ് ഫോഴ്സ് ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്താണ് നമുക്ക് അടുത്ത് നോക്കണം. അപ്പോൾ നമ്മൾ കൂളംസ് ലോ പറഞ്ഞു. ഓക്കെ, കൂളംസ് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് അബൌട്ട് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇതിൽ ഇപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ഡിസ്റ്റൻസ് വരെ ഇതിൻ്റെ ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്തു. ഓക്കെ, അത് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, എന്ത് പറയാം? ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഈസ് എ റീജിയൻ where electric charge experiences a force. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു ചാർജ് ഇവിടെ പ്ലേസ് ചെയ്യുന്നു, Q എന്ന് പറഞ്ഞ ചാർജ് പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെ കുറേ എന്ത് ചെയ്യും? ഈ ഒരു റീജിയനിലൂടെ ഇതിൻ്റെ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ എന്ത് പറയാം? അത് നമുക്കവിടെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ നമ്മളിപ്പോൾ ഒരു മാഗ്നറ്റ് പ്ലേസ് ചെയ്യും. ഇപ്പോൾ ചാർജ് നിങ്ങൾക്ക് ചിലപ്പോൾ പ്ലേസ് ചെയ്ത് അത്ര ഒരു ഫെമിലിയാരിറ്റി കാണത്തില്ല. ഞാനൊരു നോർത്തും സൗത്തും പോളോട് കൂടി ഒരു മാഗ്നറ്റാണ് ഞാൻ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ മാഗ്നറ്റ് പ്ലേസ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു അയൺ നെയിൽ വെച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഇവിടെ എൻ്റെ എന്തുണ്ട്? ഇതെന്ന് വെച്ചാൽ ഒരു അയൺ നെയിലാണെന്ന് വെച്ചോളൂ. ഓക്കെ, ഇതൊരു അയൺ നെയിലാണ്. അപ്പോൾ ഈ നെയിൽ ഞാൻ ഇവിടെ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇതിൽ അട്രാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതിനെ മൂവ് ചെയ്ത് കൊണ്ടുവരും. അപ്പോൾ കൊണ്ടുവരുമ്പോൾ ഏകദേശം ഈ ഒരു റീജിയനിൽ എത്തുമ്പോഴായിരിക്കും എനിക്ക് ഇതിലൊരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇങ്ങോട്ടിരിക്കുമ്പോൾ ഫോഴ്സ് ചിലപ്പോൾ കാണത്തില്ല, ഇവിടേക്ക് എത്തുമ്പോൾ ചെറിയൊരു ഫോഴ്സ് കാണും. ഇങ്ങോട്ട് ഫോഴ്സ് കൂടി വരുന്നത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? ഇവിടെ കയറി അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഈ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു റീജിയനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. അത് മാഗ്നറ്റിൻ്റെ ബേസിസിൽ. അതേപോലെ തന്നെ ഒരു ചാർജ് ഉണ്ടെങ്കിൽ ആ ചാർജ് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ചാർജ് വിൽ എക്സ്പീരിയൻസസ് എ ഫീൽഡ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, അതിന് ചുറ്റും ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു ഫോഴ്സ് നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമുക്ക് അതിന് എന്തെന്ന് അറിയപ്പെടാം? ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, നമ്മൾ അതിനാണ് എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ചാർജിന് ചുറ്റും ഒരു ഫോഴ്സ് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് പറയാറുണ്ട്? ഇറ്റ് ഈസ് കോൾഡ് ആസ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ അല്ലേ? ഓക്കെ, അത് നമ്മൾ എന്ത് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഇവിടെ അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ സാധാരണ ലൈൻസ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്? ആ ലൈൻസ് വെച്ച് നമ്മളവിടെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡിനെ ലൈൻസ് വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, നമ്മളതിനെ പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയും. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഇലക്ട്രിക് ഫീൽഡ് ഞാൻ പറഞ്ഞു. അടുത്തത് എന്താണ്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. അപ്പോൾ എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമേജിനറി ലൈൻ ദാറ്റ് ഡ്രോൺ ടു റെപ്രസെൻറ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്താണ്? നമുക്കിങ്ങനെ പറയാം. ഒന്നുകിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ മറ്റൊരു പേര് കൂടി ഉണ്ട്. ഓർ ഇറ്റ് ഈസ് കോൾഡ് ഇലക്ട്രിക് ലൈൻ ഓഫ് ഫോഴ്സ്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇമേജിനറി കർവ്. ഓക്കെ, ഇമേജിനറി കർവ് ഡ്രോൺ.
curve drawn. Okay, which points the direction of electric field. Okay, which points the direction of electric field. മനസ്സിലായോ? എന്താണ്? ഒരു ഇമേജിനറി കർവാണ്. അത് എന്നെ റെപ്രസെൻറ്റ് ചെയ്യും? ഫീൽഡ് ലൈൻസിനെ റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതൊരു ഇമേജ് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അത് ശരിക്കും ഇമേജിനറി, ബട്ട് ഫീൽഡ് റിയലാണ്. ലൈൻസ് ശരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ, മാഗ്നറ്റിക് ഫീൽഡുണ്ട്, ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കാറുണ്ട്, പക്ഷേ ഫീൽഡ് ലൈൻസ് മാച്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റില്ല. അതൊരു ഇമേജിനറി കൺസെപ്റ്റാണ്. അതേസമയം ഫീൽഡ് അവിടെ, ഫോഴ്സ് ഫീൽഡ് അവിടെ ഉണ്ട്, ബട്ട് നമുക്കത് കാണാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഈ ഫീൽഡ് ലൈൻസുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ദാറ്റ് അസോസിയേറ്റ് വിത്ത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് വരുന്ന പ്രോപ്പർട്ടീസ്. അപ്പോൾ എന്താണ് പ്രോപ്പർട്ടീസ്? ഒന്നാമത്തെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീൽഡ് ലൈൻസ് എപ്പോഴും, ഇപ്പോൾ Q1 എന്നൊരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, ഇത് Q2 നെഗറ്റീവ് ചാർജാണ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഈ ഫീൽഡ് ലൈൻസ് പോസിറ്റീവിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവിൽ എന്ത് ചെയ്യും? അവിടെ എൻഡ് ചെയ്യും. ഓക്കെ, ദ എവറി ലൈൻസ് ഓഫ് ഫോഴ്സ് ഇൻ ഇലക്ട്രിക് ഫീൽഡ് ഒറിജിനേറ്റ് ഫ്രം പോസിറ്റീവ് ചാർജ് അറ്റ് വൺ എൻഡ് ആൻഡ് ടെർമിനേറ്റ് ഓൺ ദ നെഗറ്റീവ് ചാർജ് അറ്റ് ദ അതർ എൻഡ്. പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരച്ചാലും, ഇവിടെ ഞാൻ ഇങ്ങോട്ട് വരച്ചാലും ഇത് ഇങ്ങനെ തന്നെ പോകും. കണ്ടോ? ഇവിടെ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെ എൻഡ് ചെയ്യും, ഈ രീതിയിൽ. പിന്നെ ഇതെന്ന് വെച്ചാൽ ഒരു ഡിസ്കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ഓക്കെ, എന്താണ്? ഡിസ്കണ്ടിന്യൂസ് ലൈൻസ് ആണ്. അപ്പോൾ എന്താണ് ഡിസ്കണ്ടിന്യൂസ് ലൈൻസ്? ഇത് കണ്ടിന്യൂസ് ചെയ്യുന്നില്ല. കണ്ടിന്യൂസ് ലൈൻസ് ഏതാണ്? നമ്മുടെ മാഗ്നറ്റിൻ്റെ കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോർത്ത് പോളും സൗത്ത് പോളും വെച്ചൊരു മാഗ്നറ്റ് വരയ്ക്കുവാണെങ്കിൽ ഇത് നോർത്ത് പോൾ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൂടി പോയി സൗത്ത് പോളിൽ പോയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ അകത്തുകൂടി പോകും. കണ്ടോ? അപ്പോൾ ഇതെന്താണ്? ഇതൊരു കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ഏതാണ്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കണ്ടിന്യൂസ് ആണ്. അതേസമയം നമ്മുടെ ഇതെന്താണ്? ദോസ് വേ ഡിസ്കണ്ടിന്യൂസ് ലൈൻസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് മീൻസ് അതൊരു ഡിസ്കണ്ടിന്യൂസ് ലൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ പോസിറ്റീവ് എൻഡിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ എൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൽ നമ്മൾ നോക്കുമ്പോൾ അടുത്തൊരു പോയിന്റ്, രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്, ഓക്കെ, സെക്കൻഡ് കേസ് പറയുന്നത്, ദാറ്റ് ഈസ് നമ്മളിപ്പോൾ ഈ ഒരു ഫീൽഡ് ലൈനിൽ ഞാൻ ഒരു ടാൻജൻറ്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ടാൻജൻറ്റ് മാർക്ക് ചെയ്യാം. ഇതൊരു ഫീൽഡ് ലൈനാണ്. ഞാൻ ഇവിടെ ഒരു ടാൻജൻറ്റ് ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ ഞാനൊരു ടാൻജൻറ്റ് മാർക്ക് ചെയ്താൽ ഈ ടാൻജൻറ്റ് മാർക്ക് ചെയ്യുന്ന അതെന്ന് പറയുന്നത് എന്താണ്? ആ ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വരച്ചാൽ ഈ ഡയറക്ഷൻ. ഓക്കെ, അതേസമയം ഞാൻ ഇവിടെ വരച്ചാലോ ഈ ഡയറക്ഷൻ ഉണ്ടോ? ഞാൻ കണ്ടിന്യൂസ്ലി വരച്ച് വന്നാൽ അത് എന്ത് ചെയ്യും? ഇവിടെ തന്നെ എത്തും. ഓക്കെ, അപ്പോൾ എന്താണ്? വിച്ച് ഷോസ് ദ ഡയറക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ദ ടാൻജൻറ്റ് ടു ദ ഫീൽഡ് ലൈൻസ് ഗീവ് ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി. ഓക്കെ, ആ ഒരു ഇലക്ട്രിക്കൽ ഇൻറ്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നത്? ആ ടാൻജൻറ്റ് നമുക്ക് അവിടെ കാണിച്ചു തരുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ പോയിന്റ് ആണ്, ടാൻജൻറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ. ടാൻജൻറ്റ് ഗീവ്സ് the direction. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ്, തേർഡ് പോയിന്റ്, ഫീൽഡ് നെവർ intersect. ഓക്കെ, ഫീൽഡ് ലൈൻസ് നെവർ ഗെറ്റ് intersect. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യത്തില്ല? ഫീൽഡ് ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യത്തില്ല. ഓക്കെ, അതായത് അത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആയാലും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിലും എവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഇതൊരു ഫീൽഡ് ലൈൻ അടുത്ത ഫീൽഡ് ലൈൻ ഇങ്ങനെ പോകത്തില്ല. കാരണം ഈ ഫീൽഡ് ലൈൻ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ടാൻജൻറ്റിൽ വരച്ച് കഴിഞ്ഞാൽ രണ്ട് ഡയറക്ഷൻസ് വരും ഇൻ്റർസെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ആ രണ്ട് ലൈൻസ് എന്തല്ല? അവിടെ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ ഇതിന് ഒരു ഡയറക്ഷനേ പാടുള്ളൂ, ഒരേ സമയം രണ്ട് ഡയറക്ഷൻ അവിടെ പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അതുകൊണ്ട് അത് നമുക്ക് ഒരിക്കലും ഇൻ്റർസെക്റ്റ് ചെയ്തില്ല. ഓക്കെ, ദെൻ ഇപ്പോൾ നമ്മുടെ ഒരു ഫോഴ്സ് ഉണ്ടെന്ന് വെച്ചോളൂ, ഫീൽഡ് ലൈൻസ് എന്ന് വെച്ചോളൂ. ഈ ഫീൽഡ് ലൈൻസ് എപ്പോഴും ഒരു സർഫസിന് റൈറ്റ് ആംഗിൾ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കിതൊരു മോഡലാണെങ്കിൽ, നമ്മളൊരു ചാർജ് ആണെങ്കിൽ ഇതിന് സർഫസ് ഇങ്ങനെ സൈഡ് ബേസ് ഒന്നും ആയിരിക്കത്തില്ല. ഓക്കെ, ഏതാണെങ്കിലും സൈഡ് ആണെങ്കിലും അതെന്തായിരിക്കും? ഒരു സ്പിയർ എന്ന് പറയുമ്പോൾ അതൊരു 3 ഡയമെൻഷനൽ അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ സർഫസിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും അത് ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ഡയറക്ഷനിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യും? സൈഡ് വൈസ് എക്സ്പാൻസ് ചെയ്യും. സോ എക്സ്പാൻസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ എന്തിൻ്റെ പ്രോപ്പർട്ടീസ് കിട്ടുന്നത്? വി ഗെറ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അട്രാക്ഷൻ ആൻഡ് റിപ്പൾഷൻ. ഓക്കെ, അട്രാക്ഷൻ്റെയും റിപ്പൾഷൻ്റെയും കേസസ് നമുക്കവിടെ വരുന്നത്.
ഓക്കെ, ഒരിക്കലും നമ്മുടെ ലൈൻസ് ലെങ്ത് വൈസ് കോൺട്രാക്ട് ചെയ്യാത്തില്ല. ഓക്കെ, ലെങ്ത് വൈസ് അത് കോൺട്രാക്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ അതിൻ്റെ പ്രോപ്പർട്ടീസാണ്. ഓക്കെ, നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസാണ് നമ്മളിപ്പോൾ അതിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെച്ചിരിക്കുക. ഇനി അങ്ങോട്ട് പോകുന്ന ക്ലാസ്സുകൾ നമുക്കത് ആവശ്യമായിട്ട് വരാം. ഓക്കെ, ആവശ്യമായിട്ട് വരും. സോ അതുകൊണ്ടത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇനി അപ്പോൾ നമ്മുടെ ഫീൽഡ് ലൈൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഒരു ടോപ്പിക് കൂടി നമുക്ക് ഇതിനകത്ത് റിവിഷൻ സെക്ഷൻ, ഫസ്റ്റ് നമ്മുടെ റിവിഷൻ സെക്ഷനാണ് അതിൽ വരുന്നത്. സോ അത് നമുക്ക് ഒരു ടോപ്പിക് കൂടി അവിടെ ഡിസ്കസ് ചെയ്യണം. അതായത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ പറയുന്നത്? നമുക്ക് ഈ ഒരു ഇലക്ട്രോഡൈനാമിക്സിൽ ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷനും മറ്റൊന്ന് ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷനാണ്. ഓക്കെ, ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ്, എന്താണ് ഡിസ്ക്രീറ്റ്? ഈ കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടിന്യൂസ് ഫ്ലോ പോലെ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബോളിൻ്റെ ഒരു സർഫസിൽ കുറച്ച് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന് കംപ്ലീറ്റ് ആ സർഫസ് കംപ്ലീറ്റ് ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുക. അപ്പോൾ അതിനെ പറഞ്ഞ പേര് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു ലൈൻ, ഓക്കെ, ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പോൾ ഈ ലൈനിൽ ഇങ്ങനെ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ അതിന് ലൈനിന് കംപ്ലീറ്റ് ആയിട്ട്. ഇതെല്ലാം എന്താണ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അവിടെ ഇടയ്ക്ക് ബ്രേക്ക് ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്തു ചാർജ് എല്ലായിടത്തും അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പറഞ്ഞ പേര് എന്താണ്? ഇറ്റ് ഈസ് കോൾഡ് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അതേസമയം ഡിസ്ക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവിടെ ഇപ്പോൾ ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നത്, അവിടെ ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q1, അടുത്ത് ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q2, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q3. ഒക്കെ ഇങ്ങനെ പലയിടത്തായിട്ട് റാൻഡം സ്കാറ്റർ ചെയ്ത പോലെ നിൽക്കുന്നത് നമ്മൾ എന്ത് പറയുക? ഡിസ്ക്രീറ്റ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ ചിലപ്പോൾ ഒക്കെ ആവശ്യം വരാം. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് 3 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, അതായത് കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻസ് ആർ ഓഫ് ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഓക്കെ, കണ്ടിന്യൂസ് ചാർജ് ഡിസ്ക്രീറ്റ് നമുക്ക് വേണം കേട്ടോ, ജസ്റ്റ് ഇത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാത്തിൻ്റെ സമ്മേഷൻ ആയിരിക്കും. ഓക്കെ, എല്ലാത്തിൻ്റെ ഓരോന്നിൻ്റെ സൂപ്പർ പൊസിഷൻ വെച്ചിട്ട് സമ്മേഷൻ ആയിരിക്കും അവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത് നമ്മുടെ കണ്ടിന്യൂസിൽ വരുവാണെങ്കിൽ നമുക്കവിടെ ഞാൻ പറഞ്ഞ 3 ടൈപ്പ് ഉണ്ട്. 3 ടൈപ്പ് എന്ന് വെച്ചാൽ ഒന്നെന്ന് വെച്ചാൽ നമ്മുടെ പറഞ്ഞുതരാം. ഓക്കെ, എന്താണ് ഒന്നാമത്തത്? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ലൈനിൽ ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതിനാണ് എന്ത് പറയുന്നത്? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അതിനെ ലാംഡ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ലാംഡ r dash, vector r dash is equal to dq by dt. ഓക്കെ, dq by dt. അതെന്താണ്? ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ലാംഡ എന്ന് പറയുന്നത്. അപ്പോൾ ലാംഡ കണ്ടു കഴിഞ്ഞാൽ അത് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ്റെ ലെറ്റർ ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇവിടെ നമ്മൾ ലാംഡ രണ്ട് യൂസ് ചെയ്യുന്ന, ഒന്ന് ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ കാണിക്കാനും അതുപോലെ നമ്മുടെ വേവ് ലെങ്ത് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ലാംഡ അവിടെ യൂസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത് രണ്ടാമത്തെ സെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു ലീനിയർ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. രണ്ടാമത്തെ സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഫോർ എക്സാമ്പിൾ ഒരു പ്ലെയിനോട് ഒരു പേപ്പർ ഉണ്ടെന്ന് വെച്ചാൽ, ഒരു പേപ്പർ, സാധാരണ നമ്മളൊരു പേപ്പർ, ആ പേപ്പറിൽ കുറച്ച് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ, കാരണം ഒരു പേപ്പറിൽ കുറച്ച് ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ആ പേപ്പറിൻ്റെ സർഫസിൽ മാത്രമേ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ഇറ്റ് ഈസ് കോൾഡ് സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ സിഗ്മ എന്ന് റെപ്രസെൻറ്റ്, സിഗ്മ ഓഫ് r dash is equal to dq by dt. ഓക്കെ, dq by dt. അതെന്താ കാണിക്കുന്നത്? സർഫസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ അടുത്ത മൂന്നാമത്തേതാണ് നമ്മുടെ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ എന്താണ് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ? ഒരു വോളിയമിലാണ് എന്താ സ്പ്രെഡായി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ക്യൂബ് വരയ്ക്കുന്നു. ഓക്കെ, ഒരു ക്യൂബ് ഞാൻ ഡ്രോ ചെയ്തു, ക്യൂബോയിഡ് വരച്ചു. അപ്പോൾ അതിൽ ഇവിടെയും എല്ലായിടത്തും ഇങ്ങനെ ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കാം. ഓക്കെ, ഓവർ ദ എൻ്റയർ വോളിയം, ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ചാർജ് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ എന്ത് പറയുന്നതാണ്? ഇറ്റ് ഈസ് ടേംഡ് ആസ് ദ വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ റോ ഓഫ് ആർ എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വിച്ച് ഇസ് ഈക്വൽ ടു dq by, ഇത് ഒരു കാര്യം ഓർക്കണേ, ഇതിവിടെ dq by dA ആണ്, ഏരിയ. ഓക്കെ, ഇവിടെ വരുമ്പോൾ dq by d ടോ ആണ്. ടോ മീൻസ് സ്മോൾ വോളിയം. ഓക്കെ, ഒരു ചെറിയൊരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഒരു കോർഡിനേറ്റ് സിസ്റ്റം വരച്ചിട്ട് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ എന്ന് വെച്ചുള്ളൂ, അതിൻ്റെ ചെറിയൊരു വോളിയം നമ്മൾ കൺസിഡർ ചെയ്യും. അതാണ് d ടോ എന്ന് പറയുന്നത്.
അവിടുത്തെ ചാർജ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതാണ് ഡി ക്യൂ. ഓക്കെ, അപ്പോൾ ഡി ക്യൂ ബൈ ഡി ടോ എന്ന് കിട്ടും. പിന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലീറ്റ് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇൻറ്റഗ്രേഷൻ ഇപ്പോൾ ചെയ്യണ്ട, നമുക്കത് ആവശ്യം വരുന്നതനുസരിച്ച് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഇങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തുവാ നമുക്ക് വോളിയം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ തൊട്ട് മുൻപേ നിങ്ങൾക്ക് അവിടെ ലാംഡ പറഞ്ഞില്ലേ, ലാംഡ. ഓക്കെ, അത് ഡി ക്യൂ ബൈ ഡി എൽ ആണ് ഓവർ ദ സ്മോൾ ലെങ്ത്. ഓക്കെ, ഒരു എലമെൻ്റ് ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യും. ലെങ്ത് ആണ് അവിടെ ഡി ടി അല്ല, ടൈമിൻ്റെ ഡെറിവേറ്റീവ് അല്ലാത്ത ഡി ക്യൂ ബൈ ഡി ടി എടുത്താൽ എന്ത് കിട്ടും? കറണ്ട് ആയിപ്പോവും. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ചാർജ് കറണ്ട് ആണ്, നമ്മൾ കറണ്ട് അല്ല ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഡെൻസിറ്റി അല്ല, ലീനിയർ കറണ്ട് ഡെൻസിറ്റി, ചാർജ് ഡെൻസിറ്റിയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനിൽ 3 കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി അങ്ങോട്ട് വരുന്ന ഡെറിവേഷനിലൊക്കെ നമുക്കിത് ആവശ്യമായിട്ട് വരും. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഈ ഒരു ടോപ്പിക്ക് നമുക്കവിടെ റിവിഷനായിട്ട് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നോക്കി, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, കൂളംസ് ലോ നോക്കി, ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെയാണ് വരുന്നത് നോക്കി, അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കി, പിന്നെ നമ്മൾ ആ കണ്ടിന്യൂസ് ചാർജ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ കറക്റ്റായിട്ട് അവിടെ പഠിക്കുക. ഓക്കെ, ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. നമുക്ക് അടുത്ത ദിവസം എന്ത് ചെയ്യാം, അവിടെ ഗോസസ് ലോയും അതിൻ്റെ ഇൻ്റഗ്രൽ ഫോം ഓഫ് ഗോസസ് ലോയും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.